ഒരു കാറോ ബൈക്കോ ഏതൊരു വാഹനമോ ആവട്ടെ, നമ്മൾ ഭയങ്കര ഇഷ്ടപ്പെട്ട് ആഗ്രഹിച്ച് സ്വപ്നം കണ്ട് വാങ്ങുന്നത് ഭയങ്കര അച്ചീവ്മെൻ്റ് ആയിരിക്കുമല്ലോ. നമുക്കതൊരു മെമ്മറി ആയിട്ട് എടുത്ത് വയ്ക്കുക എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും അത് ഏത് ഒരു ഷോറൂമിൽ നിന്നാണോ നമ്മളത് വാങ്ങുന്നത്, അവർ നമുക്കതൊരു മെമ്മറി ആയിട്ട് എടുത്ത് വയ്ക്കാൻ തന്നെ ഫോട്ടോ ആക്കി തരും. ഇപ്പോൾ പിന്നെ റീൽസും ഷോർട്സും വ്ളോഗും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും അത്യാവശ്യം ആക്റ്റീവ് ആയതുകൊണ്ട് തന്നെ അതൊരു മെമ്മറി ആയിട്ട് എടുത്ത് വയ്ക്കാൻ എല്ലാവരും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് വയ്ക്കും. ഇതിപ്പോഴത്തെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇന്നൊരു വീഡിയോ കണ്ടു. ആക്ച്വലി ഈ വീഡിയോ ഇന്ന് കാണുന്നതിന് മുമ്പ് തന്നെ ഈ വീഡിയോ ഇട്ട വ്യക്തി എന്നെ പേഴ്സണലി വിളിച്ചിട്ടുണ്ടായിരുന്നു. കളിക്കാരൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂട്യൂബ് ചാനലുണ്ട്. പബ്ലിക് ഒപ്പീനിയൻ പ്രാങ്ക് ചലഞ്ചസ് ഒക്കെ ചെയ്യുന്ന ചാനലാണ്. അപ്പോൾ ഈ ചാനലിലെ പയ്യനാണ് എന്നെ വിളിച്ചത്. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ചേട്ടാ അങ്ങനെ ഒരു വണ്ടി എടുക്കാൻ പോയി, മഹേന്ദ്രേൻ്റെ B6 എടുക്കാൻ പോയ ടൈമിൽ വയലാട്ട് മഹേന്ദ്ര, ഇതാണ് ആ ഒരു ഷോറൂമിൻ്റെ പേര്. ഈ ഷോറൂമിലാണ് ആ പയ്യൻ ചെന്നത്. മഹേന്ദ്രേൻ്റെ ഡീലർഷിപ്പാണ് മഹേന്ദ്ര വയലാട്ട് എന്ന് പറഞ്ഞിട്ട്. ഈ ഒരു പെർട്ടിക്കുലർ മരടിലുള്ള, കൊച്ചി മരടിലുള്ള ഷോറൂമിൽ ചെന്നിട്ടാണ് ഇവർ വണ്ടി ബുക്ക് ചെയ്തത്. ഇതിനുശേഷം ഇവർ ഈ വണ്ടിയുടെ ഡെലിവറിക്ക് ചെന്ന സമയത്ത് നമ്മൾ സാധാരണ എന്താ കാണുന്നുണ്ടാവുക, ഒരു കേക്ക് മുറിക്കുക, വണ്ടി മറ്റേ തുണിയിട്ട് മൂടിയിട്ടുണ്ടാവും, അതിങ്ങനെ തുറക്കും, അതിൻ്റെ ഒരു റീൽ വീഡിയോ, ചിലപ്പോൾ വല്ല മറ്റേ പൂത്തിരി കത്തുന്നതോ പോപ്പേഴ്സ് പൊട്ടുന്നതോ ഒക്കെ ആയിട്ടുള്ള പരിപാടികളൊക്കെ വെച്ചിട്ട് ചില ഷോറൂമുകാർ ഇത് ഭയങ്കരമാക്കി കളയും. കാരണം അവർക്കൊരു അഡ്വർടൈസ്മെൻ്റ് ആണ്, അവർക്കും നാളുകളിൽ എന്ത് ചെയ്യാം, ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോ യൂസ് ചെയ്യാം അവരുടെ സോഷ്യൽ മീഡിയ പ്രൊമോഷനൊക്കെ വേണ്ടി. ഈ പയ്യനുണ്ടായ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവിടുന്ന് തെറി വിളി, പിന്നെ ഉന്തും തള്ളും, ഫാമിലിയുടെ മുന്നിൽ അസഭ്യം വിളിച്ച് പറയുക, ഇങ്ങനത്തെ എല്ലാ പരിപാടികളും ആ ഷോറൂമിലുള്ള ആളുകൾ കാണിച്ചു കൂട്ടിയെന്നുണ്ടെങ്കിൽ എന്ത് ഗതികേടാണ് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഈ സൈഡിൽ നിങ്ങൾ കാണുന്നത് അവിടെയുള്ള ഓരോരുത്തരും, ഇപ്പോൾ ഒരു ക്യാമറ, ഈ പയ്യനൊരു എന്താ പറയുക, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ്, അത്യാവശ്യം നല്ല സബ്സ്ക്രൈബർ ബേസ് ഉണ്ട് ഈ പയ്യന്, ഫോളോവേഴ്സ് ഉണ്ട് ഇൻസ്റ്റാഗ്രാമിൽ. സോ അവൻ ഓബിയസ്ലി അതിൻ്റെ വ്ളോഗും സാധനങ്ങളൊക്കെ ഇടും. പിന്നെ വണ്ടീൻ്റെ മുകളിൽ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ, ഈ പയ്യൻ വണ്ടീൻ്റെ മുകളിൽ കുറച്ച് വരിയും കാര്യങ്ങളും കണ്ടപ്പോൾ അത് ചോദ്യം ചെയ്തു, ഡെലിവറി എടുക്കാൻ പോകുന്ന പുത്തൻ വണ്ടീൻ്റെ മുകളിൽ എങ്ങനെ വരിയും കുറിയും വരിക, അത് വരാൻ പാടില്ലല്ലോ. അതിന് ഇവന്മാർ സൈഡിൽ കണ്ട ഈ വീഡിയോ ഇവന്മാർ ചെയ്ത് കൂട്ടിയതാണ്. അതിൻ്റെ വോയിസ് ഞാൻ അവിടെ പ്ലേ ചെയ്യുന്നില്ല, കാരണം പൂരത്തെറിവിളി, തുണി നോക്കി കാണിക്കലും പരിപാടിയൊക്കെയാണ് ഇവന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്ത് തരം സ്റ്റാഫാണ് ഇവന്മാർ വെച്ചിട്ടുള്ളത് എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു ഐഡിയ ഇല്ല. ഈ വയലാട്ട് മഹേന്ദ്രക്കാർ വരുന്ന ആളുകളെ ഭീഷണിപ്പെടുത്തി വണ്ടി മേടിപ്പിക്കുകയാണ്. ഇഷ്ടപ്പെട്ട് വാങ്ങാൻ വരുന്നവർ നിങ്ങൾ ഭീഷണിപ്പെടുത്തി വണ്ടി മേടിപ്പിക്കുന്ന പരിപാടിക്കാണോ നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുന്നത്? ഈ പയ്യൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നത് നമുക്ക് നോക്കാം. ഇപ്പൊ കണ്ട വീഡിയോ, ഞാൻ എന്റെ ഫാമിലിയും മരടിലുള്ള വയലാട്ട് മഹേന്ദ്രയ്ക്ക് നമ്മുടെ പുതിയ B6 വണ്ടി എടുക്കാൻ ഷോറൂമിൽ പോയപ്പോ അവിടെ വെച്ചിട്ടുണ്ടായ ബാഡ് എക്സ്പീരിയൻസ് ആണ്. നമ്മളവിടെ പോയി കാർ ഡെലിവറി ചെയ്യുന്ന സമയത്ത് കർട്ടൻ റൈസർ ഇല്ല, കർട്ടൻ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, തലേ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിറ്റേ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു കർട്ടൻ റൈസർ വേണം നമുക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. 31 ലക്ഷം രൂപ കൊടുത്തിട്ടാണ് നമ്മൾ ഈ വണ്ടി എടുക്കുന്നത്. അപ്പൊ ഇതൊക്കെ അവർ അറേഞ്ച് ചെയ്യേണ്ടതാണ്. അതിനുശേഷം നമ്മൾ ആ വണ്ടി ആ സമയത്താണ് ആദ്യമായിട്ട് കാണുന്നത്. വണ്ടിയിൽ നിന്ന് നോക്കിയപ്പോൾ മൊത്തം സ്ക്രാച്ച്. അപ്പൊ ഈ രണ്ട് കാര്യം നമ്മുടെ എക്സിക്യൂട്ടീവ് സ്റ്റാഫിനോട് നമ്മൾ പറഞ്ഞപ്പോൾ ബാക്കിത്തെ സ്റ്റാഫുകളൊക്കെ വന്നിട്ട് കർട്ടൻ റൈസറിൽ ഇട്ട് കൊടുക്കുക, അങ്ങനത്തെ ഒരുമാതിരി വർത്താനം. അപ്പൊ നമ്മളും റൈസായി, നമ്മൾ ഇത്രയും പൈസക്ക് വണ്ടി എടുക്കാൻ വന്നിട്ട് എന്തിനാ നമ്മൾ ഇവരുടെ വായിക്കുന്ന കേൾക്കുന്നത്? അപ്പൊ അവിടുത്തെ സ്റ്റാഫ് വേണമെങ്കിൽ വണ്ടി എടുത്തോണ്ട് പോടാ, അങ്ങനെ നമ്മൾ റേസായി. ആ സമയത്ത് ആ ഡയലോഗ് പറഞ്ഞപ്പോ അങ്ങനെ അവർ റേസായി. അവരൊരു 5 സെക്കൻഡിനുള്ളിൽ മൊത്തം ആൾക്കാർ നമ്മളെ അടിക്കുന്ന രീതിയിലാണ് വന്നത്. ആ ഗുണ്ടകളെ പോലെയാണ് അവർ പെരുമാറുന്നത്. ആ സമയത്ത് ഞാൻ എൻ്റെ ഫാമിലി ഫ്രണ്ട്സും എല്ലാവരും ഒരു സർക്കിളില്, ബാക്കി അവർ ഫുള്ള് നമ്മളെ വളഞ്ഞിട്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരു കാർ എടുക്കാൻ പോകുന്നതാണ്, നമ്മൾ ഇത്ര പൈസ കൊടുത്തൊരു കാർ എടുക്കാൻ നമുക്കൊരു എക്സ്പെക്ടേഷൻ ഉണ്ടാവില്ലേ? എന്നിട്ട് അവര് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നതാണ്. അങ്ങനെ ഫസ്റ്റ് ഈ പ്രശ്നം കഴിഞ്ഞതിന് ശേഷം നമ്മള് പോലീസിനെ വിളിച്ചു, ഇങ്ങനെ ഇൻഫോം ചെയ്തു, ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട്, ഷോറൂംമാര് നമ്മളായിട്ട് റോങ് ആണെന്ന്. ആ സമയത്ത് മാനേജർ വന്ന് നമ്മൾ റൂമിലേക്ക് കൊണ്ടുപോയി. അവിടുന്ന് ഓൾമോസ്റ്റ് സ്ക്രാച്ചുകളൊക്കെ മാറ്റി തരാം, അഫാളുടെ മിസ്ബിഹേവിന് സോറി എന്ന് നമ്മളോട് പറഞ്ഞു. അങ്ങനെ കുറെ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ, പിന്നെ മാനേജർ പറഞ്ഞു കർട്ടൻ റൈസർ നമ്മൾ സെറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. കർട്ടൻ റൈസറൊക്കെ സെറ്റ് ചെയ്ത് അങ്ങോട്ട് പോയപ്പോ വീണ്ടും ഇവന്മാര് നമ്മൾ പ്രൊവോക്ക് ചെയ്യുക, അവിടെ നിന്ന് ആക്ഷൻ കാണിക്കുക. ഒരുത്തൻ അതിൽ തുണി പൊക്കി കാണിച്ചിട്ട് എൻ്റെ ഫ്രണ്ടിന്റെ അമ്മയ്ക്ക് വിളിച്ച്. ഇങ്ങനെയാണ് ഒരു സ്റ്റാഫ്, ഇത്രയും ഒരു വലിയ കമ്പനിത്തെ സ്റ്റാഫ് വണ്ടി എടുക്കാൻ വന്നിട്ട് നമ്മളോട് പെരുമാറേണ്ടത്. നമ്മള് പൈസയും കൊടുക്കുമ്പോഴാണ് ഇവരെ വായിരിക്കുന്ന തെറിയും കേൾക്കണം,
എന്തായാലും നിങ്ങൾ അവിടെ പോകുമ്പോൾ സൂക്ഷിക്കുക. വയലാട് മഹേന്ദ്ര മരടിലുള്ളത്, അതേപോലെ മാനേജ്മെന്റ് പക്ക ഫ്ലോപ്പാണ്. കാരണം ഒരു പ്രശ്നം ഉണ്ടായി ഓൾറെഡി. രണ്ടാമത്തെ പ്രശ്നം അവിടെ ഉണ്ടാവാൻ പാടില്ല. ഒന്നാമത്തെ പ്രശ്നം ഉണ്ടാവാൻ പാടില്ല, രണ്ടാമത്തെ പ്രശ്നം അവിടെ വരാനേ പാടില്ല. പക്ഷെ മാനേജർ പറയണൊന്നും ആരും കേൾക്കണില്ല, സ്റ്റാഫുകൾ കേൾക്കണില്ല. അല്ല, നമ്മള് രണ്ടാമത് പോലീസിനെ വിളിച്ചിട്ടാണ് വണ്ടി ഇറക്കി കൊണ്ടുപോയത്. പിന്നെ നമ്മൾ സ്ക്രാച്ച് ഒക്കെ ഓൾറെഡി മാറ്റി തരാന്ന് പറഞ്ഞുകൊണ്ടാണ്. പക്ഷെ വീട്ടിലെത്തിയിട്ട് ബാക്കിലത്തെ ലെഫ്റ്റ് സൈഡത്തെ ഡോറ് ഉള്ളിൽ നിന്ന് തുറക്കാൻ പറ്റുന്നില്ല, പുറത്തുനിന്ന് തുറക്കാൻ പറ്റുള്ളൂ. അങ്ങനെ കംപ്ലൈന്റ് ആയി. അത് ഞാൻ ലീഗലായിട്ട് പോയിട്ടുണ്ട്, മരട് പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കൺസ്യൂമർ കോർട്ടിലും കേസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി ആർക്കും ഇങ്ങനത്തെ ഒരു ഗതികേട് വരരുത്. നമ്മളൊരു ലൈഫിലത്തെ ഒരു പ്രഷ്യസ് മൊമെന്റ് ആണ്. ആദ്യമായിട്ടാണ് നമ്മുടെ വീട്ടിൽ ഒരു കാർ എടുക്കുന്നത്. നമ്മൾ ഫാമിലി ആയിട്ട് വന്നിട്ട് നമ്മൾ ഇൻസൾട്ട് ചെയ്ത് വിടുക ചെയ്തവര്. അതാണ് നിങ്ങൾ സൂക്ഷിക്കുക. വയലാട് മഹേന്ദ്ര മരടിക്ക് പോകുമ്പോൾ നിങ്ങൾ സൂക്ഷിക്കുക. എന്ത് പറഞ്ഞാലും കസ്റ്റമർ ഈസ് കിങ് എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട്. അതായത് വരുന്ന കസ്റ്റമേഴ്സിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്നുള്ളത് പഠിച്ചിട്ട് തന്നെ വേണം ഈ പരിപാടിക്ക് ഇറങ്ങാൻ. അല്ലാതെ ഈ ഒരു വണ്ടി നോക്കാൻ ഒരാൾ വരുമ്പോൾ അപ്പോൾ ഭയങ്കര ചിരിയും ഭയങ്കര സോപ്പിടലും തേൻ വെച്ചുള്ള വർത്താനം, വണ്ടി ബുക്ക് ചെയ്തു, ലോണ് പാസ്സായി, അല്ലെങ്കിൽ ഫുൾ എമൗണ്ട് കൊടുത്ത ഒരാൾ വണ്ടി ബുക്ക് ചെയ്ത് എല്ലാം റെഡിയായി ഡെലിവറിക്ക് വരുന്ന സമയത്ത് വേണം ഇരുന്നിട്ട് ഓടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിപാടി നടക്കൂ. ആലോചിച്ച് നോക്ക്. ഇപ്പം എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യമാണ്, ഒരു കർട്ടൻ റൈസർ വേണം, കുറച്ചൊരു കേക്ക് കട. ഇതൊന്നും ചോദിക്കേണ്ട കാര്യം പോലും ഇല്ല, മനസ്സിലായി? ചോദിക്കേണ്ട കാര്യം പോലും ഇല്ല. ഇപ്പോൾ ഈ വയലാട്ട് മഹേന്ദ്രൻ്റെ ഭാഗത്തു നിന്നുള്ള എക്സ്പ്ലനേഷൻ എന്താ നമുക്കറിയില്ല. ഈ പയ്യൻ എന്നെ വിളിച്ച സമയത്തും പറഞ്ഞ കാര്യങ്ങളതൊക്കെയാണ്, ചേട്ടാ ഇങ്ങനെ വളരെ മോശമായിട്ടുള്ളൊരു അനുഭവമാണ് ഉണ്ടായത്. ഓക്കെ, ഇനിയിപ്പോൾ അവിടെ CCTV ക്യാമറ കാണും, ഇവർ ചിലപ്പോൾ മോശമായി ചെയ്തു എന്നൊക്കെ ആയിരിക്കും അവരുടെ വേർഷൻസ് ഉണ്ടാവുക. കേസും കൂട്ടമൊക്കെ ആയതുകൊണ്ട് ഇനി പോലീസ് സ്റ്റേഷനിൽ അവർ ആ വേർഷൻ പറഞ്ഞോട്ടെ, അല്ലെങ്കിൽ പബ്ലിക്കായിട്ട് അവർ സോഷ്യൽ മീഡിയ ആണെങ്കിൽ ഇട്ടോട്ടെ. അപ്പോൾ നമുക്ക് അവരുടെ വേർഷൻ അറിയാമല്ലോ. പക്ഷേ ഈ പയ്യൻ പറഞ്ഞതെന്ന് വെച്ചിട്ടും ഇവരുടെ വിഷ്വൽസ് എന്ന് വെച്ചിട്ടും അവിടെയുള്ള സ്റ്റാഫുകൾ വളരെ മോശം ബിഹേവിയറാണ്, വളരെ മോശം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വരുന്ന കസ്റ്റമർ അവർ ഏത് രീതിയിൽ നിങ്ങളോട് പ്രൊവോക്ക് ചെയ്താലും ബിഹേവ് ചെയ്താലും നിങ്ങൾ തിരിച്ച് ഇതേപോലൊരു ഒരുമാതിരി ഗുണ്ടായിസം സെറ്റപ്പിലാണോ അവരോട് തിരിച്ച് ബിഹേവ് ചെയ്യേണ്ടത്? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ സ്ഥാപനം നിങ്ങൾ കുറേ കാലം നടത്തിക്കൊണ്ടുപോയത് തന്നെ. ഇങ്ങനെയുള്ള സ്ഥാപനത്തിൽ നിന്നൊക്കെ വണ്ടി എടുക്കാൻ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഒപ്പം മറ്റേ ക്രിക്കറ്റിന് ഇടുന്ന ഹെൽമെറ്റും പാഡും ഗ്ലൗ ഒക്കെ ഇട്ട് വരണ്ടേയുള്ളൂ. ടച്ച് സൈഡാക്കിയാലും നിങ്ങൾ ചിലപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ ഉണ്ടെങ്കിൽ മനസ്സിലായി, നിങ്ങൾ തരുന്ന് വന്ന് കൊണ്ടുപോകണം. ഒരു 10-31 ലക്ഷം രൂപയ്ക്ക് ഒരു ചെക്കൻ വണ്ടി എടുക്കുമ്പോൾ അതിനൊരു അവൻ ഡിമാൻഡ് ചെയ്യുന്ന സാധനം ചെയ്ത് കൊടുക്കണ്ടേ? ഇപ്പം മഴയാണ്, കർട്ടൻ റൈസറിന് തുണി ഇട്ട് കഴിഞ്ഞാൽ പൊടിയാവുന്നുണ്ടെങ്കിൽ വണ്ടി അകത്തുനിന്ന് കഴിയണം. ഇനി ഇല്ല നിങ്ങളുടെ ആ സാധനത്തിൻ്റെ മുകളിൽ പൊടിയാണെന്നുണ്ടെങ്കിൽ പുതിയത് മേടിച്ചുകൊണ്ടല്ലോ. 30-31 ലക്ഷം രൂപേൻ്റെ വണ്ടി എടുക്കുമ്പോൾ 1000-2000 ചിലവാക്കിയിട്ട് ഒരു കർട്ടൻ വാങ്ങാൻ അല്ലെങ്കിൽ ഒരു കേക്ക് വാങ്ങാൻ നിങ്ങളെ കൊണ്ട് പറ്റില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ കടറച്ചിട്ട് പോകല്ലേ അല്ലേ? ഇങ്ങനത്തെ അനുഭവങ്ങൾ കുറേ പേർക്ക് ഉണ്ടാവലുണ്ട്, മനസ്സിലായോ? കുറേ പേർക്ക് ഉണ്ടാവലുണ്ട്. ഇപ്പോൾ എനിക്ക് തന്നെ പേഴ്സണലി ഒരു അനുഭവം ഉണ്ട്. ഞാനൊരു പ്രാവശ്യം എവിടെയാ എന്താവൊന്നും പറയുന്നൊന്നുമില്ല, കുറേ മുമ്പാട്ടോ, ബൈക്ക് എടുക്കാൻ പോയ സമയത്ത് ചെന്ന സമയത്ത് ഭയങ്കര തേനും പാലും വരും. തേനും പാലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര തേനും പാലും. അത് ഞാൻ ഒരു സ്കൂൾ കോളേജ് ടൈമാണ് നമ്മളെ. അങ്ങനെ എല്ലാം ബുക്കൊക്കെ ചെയ്ത് വണ്ടി എടുക്കാൻ ഡെലിവറി കിട്ടുന്ന അന്ന്, ഓക്കെ, ഡെലിവറി ഓൾറെഡി 3-4 ദിവസം അവർ പറഞ്ഞു ഇതിൻ്റെ മനസ്സിൽ പോവാതെ കിടക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് ഈ പയ്യന് എത്രത്തോളം സങ്കടം ഉണ്ടാവുന്നുള്ളത്. ഡെലിവറി എടുക്കാൻ പറഞ്ഞ ദിവസം എന്നൊക്കെ മാറി, ഡെലിവറിക്ക് ഓരോ കാരണങ്ങൾ പറഞ്ഞിട്ട് അത് ചെയ്തില്ല ഇത് ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞ് പോയി. 2 ദിവസം കഴിഞ്ഞിട്ട് ഡെലിവറി തരാമെന്ന് പറഞ്ഞു. ഞാനൊരു വണ്ടി ഡെലിവറി എടുക്കാൻ വേണ്ടി ഞാൻ, അമ്മ, അന്ന് അമ്മമ്മ ഉണ്ട്, അമ്മമ്മ, ഞങ്ങൾ 3 ആളേ ഉള്ളൂ, അനിയത്തില്ല, ഞങ്ങൾ 3 ആളും കൂടി പോയി. പിന്നെ അമ്മയും പോയി അവിടുന്ന്. കാരണം കുറേ നേരമായിട്ട് അവിടെ ഇങ്ങനെ ഇരുത്തി പോസ്റ്റാക്കി അവർ എന്തൊക്കെയോ എഴുതണം എന്ന് പറഞ്ഞു, കാര്യങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞു, ഓരോന്നോരോന്ന് ചെയ്തു. പിന്നെ ബാറ്ററി വെക്കാൻ പോയി വണ്ടീൻ്റെ. അങ്ങനെ കുറേ പരിപാടികൾ ചെയ്തു. ലാസ്റ്റ് വണ്ടി തന്നു വിടുന്ന എങ്ങനെ പറയും, നമുക്ക് ഒരു വണ്ടി തന്നു വിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്കൊരു മാന്യതയൊക്കെ വേണം. അന്ന് നമുക്ക് റിയാക്ട് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ എന്നാലും എൻ്റെ മനസ്സിൽ നിന്ന് പോകാത്തൊരു സംഗതിയാണ്. കാരണം ഞാൻ അത്ര ഇഷ്ടപ്പെട്ടെടുത്തൊരു ബൈക്കായിരുന്നു തോന്നുന്നു. കടേൻ്റെ പുറത്ത് കൊണ്ടുപോയി നിർത്തി, വണ്ടി കടേൻ്റെ പുറത്ത് കൊണ്ടുപോയി നിർത്തിയിട്ട് പോയിക്കോന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, ചേട്ടാ ഇതാണോ ഡെലിവറി? എന്നാൽ ഞാൻ അന്ന് കുറച്ച് മുമ്പൊക്കെ ഡെലിവറി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഒരു ഫോട്ടോ എടുക്കും, കേക്ക് കട്ടിങ്ങോ അല്ലെങ്കിൽ ഇങ്ങനത്തെ മറ്റേ തുണി വരുന്ന പരിപാടിയൊന്നും ഇല്ലെങ്കിലും ഒരു അത്യാവശ്യം ഒരു മാന്യതയിൽ പറയുള്ളൂ. വണ്ടി ഞാൻ കിട്ടിയ ഊറ്റത്തിന് കയറിയാണ് ഓടിച്ചു. ഇന്ന് ഡെലിവറി തന്നെ കിട്ടിയ ഊറ്റത്തിന് കയറി ഓടിച്ചു. കുറേ റൗണ്ടൊക്കെ അടിച്ച്, കുന്നുമക്കൂടി റൗണ്ടൊക്കെ അടിച്ച്, പെട്രോളൊക്കെ അടിച്ച് സെറ്റായി വീട്ടിൽ കൊണ്ടുവന്ന് വണ്ടി നിർത്തി. ആ ഊറ്റത്തിന് രാത്രിയും കൂടി ഒന്ന് എടുത്ത് പോയി. പിറ്റേ ദിവസം രാവിലെ എടുത്ത് നോക്കുമ്പോഴുള്ള അവസ്ഥ എന്താ പറയുക, സൈഡ് കൗള് വെച്ചിട്ടില്ലേ, ബാറ്ററി വെച്ചിട്ട് സൈഡ് കൗള് വെച്ചിട്ടില്ല. ഞാനത് നോക്കിയത് നമ്മൾ കണ്ടതുപോലും. കാരണം വണ്ടി പുറത്തിട്ട് കൊണ്ടുപോയിക്കോന്ന് പറഞ്ഞാൽ ഞാൻ തിരിച്ചു വന്നപ്പോൾ എന്നോട് എന്താ പറഞ്ഞത്, കൗളി ആടിപ്പോയിട്ടുണ്ടാവും.
അത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ്. അതിന് ശേഷം ഞാൻ വണ്ടി ഡെലിവറി എടുക്കുമ്പോൾ ഞാൻ കൃത്യമായി നോക്കും, A to Z ടോപ്പ് ടു ബോട്ടം നോക്കും. കയറി ചെല്ലുമ്പോൾ തന്നെയുള്ള ബിഹേവിയറും കാര്യങ്ങളൊക്കെ, ഞാനൊരു ഷോറൂമിൽ കയറി ചെന്ന് എനിക്ക് ബിഹേവിയർ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇറങ്ങി പോരും. മുഖത്ത് നോക്കിയിട്ട് അവിടുത്തെ മാനേജറോട്, ഫ്ലോർ മാനേജറാണോ, അവരോട് പറയും ഇന്നതാണ്. കാരണം വരുന്ന കസ്റ്റമേഴ്സിനോട് നല്ല ബിഹേവിയർ ഇല്ലാത്ത സ്റ്റാഫുകളാണെന്നുണ്ടെങ്കിൽ നമ്മളത് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, സഹിക്കേണ്ട കാര്യമൊന്നുമില്ല. മനസ്സിലായോ? നമ്മൾ കൊടുക്കുന്ന കാശിനാണ് അവർ ശമ്പളം അവർക്ക് കിട്ടുന്നത്. അവരുടെ സർവീസാണ് എന്ത്, നമ്മളെ സർവ് ചെയ്യുക എന്നുള്ളത്. പ്രോപ്പറായിട്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ മൈൻഡ് ചെയ്യണ്ട. ഒന്നും വേണ്ട, ഒരു ഗിവ് ആൻഡ് ടേക്ക് റെസ്പെക്റ്റ് എങ്കിലും അവരെ ഭാഗത്തുനിന്ന് കിട്ടണം. ഇതിപ്പോൾ എന്താ പറയുക, ചിലപ്പോൾ ഈ ഷോറൂം ഇങ്ങനെ ആയിരിക്കും നടന്നു പോകുന്നത്. ഈ ഷോറൂമിൽ നിന്ന് ആർക്കെങ്കിലും ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, കമൻറ്റ് ബോക്സിലിട്ട്. നിങ്ങൾക്കും ഇതേപോലെ ബാഡ് എക്സ്പീരിയൻസ് എവിടെയെങ്കിലും ഏതെങ്കിലും ഷോറൂമിൽ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ പറ.